അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 7-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 12 കൂടിയുള്ള ശ്ലോകങ്ങൾ, അല്ലെങ്കിൽ 12-ാമത്തെ ശ്ലോകത്തിന്റെ ആദ്യപാദം, ആ പൂർവാർത്ഥം ആണ് അതുവരെയാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്നത്. ശ്രീമദ് ദേവി ഭാഗവതം അഥാ ചതുർത്ഥ സ്കന്ധ 7-മോധ്യായ. വ്യാസ ഉവാച ഇത്യാകർണ്യവചസ്താസാം ധർമ്മപുത്ര പ്രതാപവാൻ വിമർശമകരോച്ചിത്തേ കിം കർത്തവ്യം മയാധുനാ. ഹാസ്യോഹം മുനിവൃന്ദേഷു ഭവിഷ്യാമ്യദ്യ സംഗമാൽ അഹങ്കാരാദിദം പ്രാപ്തം ദുഃഖം നാത്ര വിചാരണ. മൂലം സംസാരവൃക്ഷസ്യ യതഃ പ്രോക്തോ മഹാത്മഭിഃ ദൃഷ്ട്വാ മൗനം സമാധായ നസ്ഥിതോഹം സമാഗതം. വാരാംഗനാഗണം ജുഷ്ടം തേനാസം ദുഃഖഭാജനം ഉത്പാദിതാസ്തഥാ നാര്യോ മയാ ധർമ്മവ്യയേന വൈ. താസ്തു മാം ബാധിതും വൃത്താ കാമാർത്താ പ്രമദോത്തമാ. ഊർണനാഭിരിവാദ്യാഹം ജാലേന സ്വകൃതേന വൈ. ബദ്ധോസ്മി സുദൃഢേനാത്ര കിം കർത്തവ്യമതഃ പരം
യദി ചിന്താം സമുത്സൃജ്യ സന്ധ്യജാമ്യബലാ ഇമാ ശബ്ദ്വാ ഭ്രഷ്ടാ വ്രജിഷ്യന്തി സർവാ ഭഗ്നമനോരഥാ മുക്തോഹം സഞ്ചരിഷ്യാമി വിജനേ പരമം തപാ തസ്മാൽ ക്രോധം സമുത്പാദ്യ ത്യക്ഷ്യാമി സുന്ദരീഗണം. വ്യാസ ഉവാച ഇതി സഞ്ചിന്യ മനസാ മുനിർനാരായണസ്തദാ വിമർശമകരോച്ചിത്തേ സുഖോത്പാദന സാധനെ. ദ്വിതീയോയം മഹാശത്രു ക്രോധഃ സന്താപകാരക. കാമാദത്യധികോ ലോകേ ലോഭാദപി ച ദാരുണ. ക്രോധാഭിഭൂതഃ കുരുതേ ഹിംസാം പ്രാണവിഘാതിനിം. ദുഃഖദാം സർവഭൂതാനാം നരകാരാമദീർഘികാം. യഥാഗ്നിർഘർഷണാജ്ജാത പാദപം പ്രദഹേത് തഥാ. ദേഹോൽപന്നസ്തഥാ ക്രോധോ ദേഹം ദഹതി ദാരുണ. വ്യാസ ഉവാച ഇതി സഞ്ചിന്യമാനം തം ഭ്രാതരം ദീനമാനസം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 7-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 12 ശ്ലോകങ്ങൾ ഭാഷാഗാനമായി രചിച്ച് പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, ദേവാംഗനാവാണി കേട്ടു ധർമ്മപുത്രൻ നാരായണൻ. എന്തു ചെയ്തിടേണമെന്നു ആലോചിച്ചല്ലോ. ഇവരുമായി സംഗമിച്ചാൽ മുനിജനം കളിയാക്കും. അഹങ്കാരമാണി ദുഃഖത്തിനു കാരണം. സംസാരത്തെരുവിൻ മൂലം അഹങ്കാരം മഹദ്വാണി. സംസാരമടക്കിയില്ല ഞാനും ആദ്യത്തിൽ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സുന്ദരിമാർ വന്നതു താൻ മമ ദുഃഖത്തിൻ കാരണം. തപധർമാദികൾ പോയി സൃഷ്ടിയും ചെയ്തു. സ്വർഗസുന്ദരികൾ കാമാർത്തരായിട്ടു എൻ്റെ ഉള്ളം സ്വാധീനിക്കാൻ നോക്കിയിടുന്നു ചിലന്തി പോലെ. സ്വയം നെയ്തവലയിലോ ബദ്ധനായി എന്തു ചെയ്യും? ഇവരെ ഞാൻ ഉപേക്ഷിച്ചാൽ ഇവരെന്നെയും. ഇവരെന്നെയും ശപിച്ചിടും. നിരാശരായി തിരിച്ചുപോയിടും നൂനം. എനിക്കോ വീണ്ടും തപസ്സിൽ മുഴുകാം തീർച്ച. അതിനാൽ കോപിച്ചവരാം ഇവരെ ഉപേക്ഷിച്ചിടാം. വ്യാസൻ പറഞ്ഞു, മനസ്സിൽ ഉറപ്പിച്ചല്ലോ
നാരായണനും. സുഖോപായത്തെ ചിന്തിച്ചു സന്താപമുണ്ടാക്കിയിടുന്ന രണ്ടാമത്തെ മഹാശത്രു ക്രോധമാണല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കാമലോഭത്തിനേക്കാളും ഭയങ്കരം ക്രോധം തന്നെ. ക്രോധമുള്ളോൻ പ്രാണൻ തീർക്കും, ഹിംസയും ചെയ്യും. സകലർക്കും ദുഃഖമേകും ആരാമസരിത്തു ഹിംസ. ഉരസുമ്പോൾ തീ പിടിക്കും മരങ്ങൾ പോലെ. ദേഹത്തിലുണ്ടാകും ക്രോധം ദേഹത്തെ ദഹിപ്പിച്ചിടും. അതിനാലെ ക്രോധം തന്നെ മുഖ്യമാം ശത്രു. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, അമ്മേ ശരണം, കാളി ശരണം, അമ്മേ ശരണം, ഭദ്രേ ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ഞാൻ അംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയുടെ 344 ദിവസം. ഇന്ന് 4-ാമത്തെ സ്കന്ധത്തിൽ 7-ാമത്തെ അധ്യായം നമ്മൾ പാരായണം ചെയ്തു, ഭാഷാഗാനമായി പാടി. ഇപ്പതാ പ്രഭാഷണ രൂപത്തിൽ അക്ഷരാർച്ചനയായി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. വേദവ്യാസൻ പറഞ്ഞു തുടങ്ങുന്നു. അവിടെ ദേവസുന്ദരികൾ സുഖിക്കാൻ നരനാരായണന്മാരോട് പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള രംഗം, അതോടുകൂടിയാണ് നമ്മൾ 6-ാമത്തെ അധ്യായം സമർപ്പിച്ചത്. വ്യാസം പറയുന്നു, ഇത്യാകർണ്യ വചസ്താസാം ധർമ്മപുത്ര പ്രതാപവാൻ. അവരുടെ വാക്കുകൾ കേട്ട് ധർമ്മൻ്റെ പുത്രന്മാരായിരിക്കുന്ന
ആ ധർമ്മപുത്രനായിരിക്കുന്ന പ്രതാപവാനായിരിക്കുന്ന നാരായണൻ. വിമർശമകരോച്ചിത്തേ കിം കർത്തവ്യം മയാധുന. പ്രതാപിയായ നാരായണൻ ആലോചിച്ചു, ഈ സമയത്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവരിങ്ങനെയൊക്കെ പറയുമ്പോൾ ഹാസ്യോഹം മുനിവൃന്ദേഷു ഭവിഷ്യാമ്യദ്യ സംഗമാൽ. അദ്യസംഗമാൽ ഇവരുമായിട്ട് സംഗമുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ മുനിവൃന്ദങ്ങൾക്കിടയിൽ, മുനി ജനങ്ങൾക്കിടയിൽ പരിഹാസ്യനായിട്ട് തീരും, അല്ലേ? അഹങ്കാരാദിതം പ്രാപ്തം ദുഃഖം നാത്ര വിചാരണ. അഹങ്കാരം മൂലമാണ് ഈ ദുഃഖമുണ്ടായത്, അതിൽ ഒട്ടും തന്നെ സംശയമില്ല. എനിക്ക് അഹങ്കാരം വന്നതുകൊണ്ടാണ് ഈ ദുഃഖമൊക്കെ ഉണ്ടായത്. മൂലം സംസാരവൃക്ഷസ്യ യത പ്രോക്തോ മഹാത്മഭി. അപ്പോ സംസാരവൃക്ഷത്തിന്റെ മൂലം തന്നെ ഈ അഹങ്കാരമാണ് എന്ന് മഹാത്മാക്കൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അഹങ്കാരം വന്നാൽ സംസാരവൃക്ഷം വളരും, അല്ലേ? അപ്പൊ ഈ ദേവസ്ത്രീകൾ എത്തിയപ്പോ ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു വേണ്ടിയത്. ഞാൻ പക്ഷേ സംസാരിച്ചു പോയി. ദൃഷ്ട്വാ മൗനം സമാധായ നസ്ഥിതോഹം സമാഗതം. ഞാൻ മിണ്ടാതിരുന്നില്ല. എൻ്റെ സംസാരം തന്നെ ഈ സംസാര ദുഃഖത്തിന് കാരണമായി, അല്ലേ? വാരാംഗനാഗണം ജുഷ്ടം തേനാസം ദുഃഖഭാജനം ഉൽപാദിതാസ്തധാനാര്യോ മയാ ധർമ്മവ്യയേന വൈ. ഈ സുന്ദരികളുടെ കൂട്ടം വന്നതാണ് എൻ്റെ ദുഃഖത്തിന് കാരണം. അതുമാത്രമല്ല, എൻ്റെ ധർമ്മവും തപസ്സും നഷ്ടമായി. തപോബലം കൊണ്ട് വേണ്ടത് ചെയ്യാതെ ഞാൻ ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. താസ്തുമാം ബാധിതും വൃത്ത കാമാർത്ത പ്രമുദോത്തമ. സ്വർഗത്ത് നിന്ന് വന്ന ദേവസ്ത്രീകൾ കാമാർത്തരായി എന്നെ സ്വാധീനിക്കാനും തുടങ്ങി. ഊർണനാഭിരിവാദ്യാഹം ജാലേന സ്വകൃതേന വൈ. ഞാനിപ്പോൾ ഏതുപോലെയായി? ഊർണനാഭിയെപ്പോലെ, ചിലന്തിയെപ്പോലെ സ്വയം നെയ്ത വലയിൽ ബദ്ധോസ്മി. ഞാൻ എന്തായി? അതില് ബദ്ധനായി. സുദൃഢേനാത്രകിം കർത്തവ്യമതപ്പരം. ഇനി എനിക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക? യതി ചിന്താം സമുത്സൃജ്യ സന്ധ്യജാമ്യബല ഇമ. ഒന്നും ആലോചിക്കാതെ ഈ സ്ത്രീകളെ, ഈ സുന്ദരികളെ, ദേവസുന്ദരികളെ ഞാൻ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇവരെന്തുണ്ടാവും? ഇമാ ശപ്തുവാ ഭ്രഷ്ട വ്രജിഷ്യന്തി സർവ ഭഗ്നമനോരഥ. ശപിച്ചിട്ട് ആശാഭംഗം വരില്ലേ അവര്? അപ്പോ അവര് ഭ്രഷ്ടരായി എല്ലാവരും മടങ്ങിപ്പോവും. അതാണ് നല്ലത്. ഞാനോ മുക്തോഹം സഞ്ചരിഷ്യാമി വിജനേ പരമം തപ. ഞാൻ വിജനതയിൽ, ആരോരുമില്ലാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും പോയി സ്വതന്ത്രമായി തപസ്സിൽ മുഴുകുകയും ചെയ്യാം. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യാൻ നല്ലത്? ഇവരുടെ പ്രേരണയിൽപ്പെട്ട് കഷ്ടപ്പെടല്ല വേണ്ടത്, ഇവരെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. തസ്മാൽ ക്രോധം സമുൽപാദ്യ ത്യക്ഷ്യാമി സുന്ദരീഗണം. അതുകൊണ്ട് കോപിക്കുക തന്നെ. കോപിച്ചിട്ട് ഈ സുന്ദരി സമൂഹത്തെ ഉപേക്ഷിക്കാം. വ്യാസം പറയാണ്, ഇതി സഞ്ചിന്യ മനസാ മുനിർ നാരായണസ്തദ. ഇങ്ങനെ ചിന്തിച്ചിട്ട് ആ നാരായണ മുനി വീണ്ടും വിമർശമകരോച്ചിത്തേ സുഖോത്പാദന സാധനേ ദ്വിതീയോയം മഹാശത്രു ക്രോധ സന്താപകാരക. ഇപ്പോ ഇവരോട് ദേഷ്യപ്പെടുകയാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം സുഖമുണ്ടാവാനുള്ള ഉപായത്തെക്കുറിച്ച് മനസ്സിൽ വിചാരിച്ചു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, സന്താപമുണ്ടാവാനുള്ള ആദ്യത്തെ കാരണം, ദുഃഖത്തിന് ആദ്യത്തെ കാരണം എന്താ? അഹങ്കാരം. രണ്ടാമത്തെ മഹാശത്രു എന്ന് പറയുന്നത് ക്രോധമാണ്. അഹങ്കാരത്തിന്റെ ഫലമാണ് ഇപ്പൊ അനുഭവിക്കേണ്ടത്. ഇനി ക്രോധം കൂടി വന്നാലോ? ലോകത്തിൽ കാമാദത്യധികോ ലോകേ ലോഭാദപിച്ച ദാരുണം. ലോകത്തില് കാമം, അതേപോലെ ലോഭം, ഇതിനേക്കാൾ ദാരുണമാണ്, ഭയങ്കരമാണ് ക്രോധം. ക്രോധം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല, അല്ലേ? നമ്മൾ പറയാറില്ല, എനിക്കിങ്ങനെ ദേഷ്യം കൊണ്ട് കലി കയറിയേക്കാണ്, ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല, അങ്ങനെ ഒരു അവസ്ഥയാണെന്നൊക്കെ പറയും, അല്ലേ? അപ്പൊ ക്രോധം ബാധിച്ചവൻ
എന്തിന്? ക്രോധാഭിഭൂത കുരുതേ ഹിംസാം പ്രാണവിഘാതിനി. ഒരു ഹിംസ ചെയ്യുന്ന മാത്രമല്ല, ആ ഹിംസ പ്രാണനെ പോലും ഇല്ലാതെയാക്കുന്നതാണ്. ഒരാളെ കൊല്ലാൻ പോലും ക്രോധം വന്നു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് തോന്നി എന്ന് വന്നേക്കാം. അതുകൊണ്ട് ദുഃഖദാം സർവഭൂതാനാം നരകാരാമ ദീർഘികാം, എല്ലാ ഭൂതങ്ങൾക്കും ദുഃഖമുണ്ടാക്കുന്ന നരകത്തിൻ്റെ ആരാമസരിത്താണ് എന്ത്? ഈ ഹിംസ. അപ്പോൾ അന്യോന്യം ഉരസി, ഇപ്പോൾ രണ്ട് മരങ്ങൾ കാറ്റത്ത് ഇങ്ങനെ ഉരസി 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 അതിൽ തീയുണ്ടാവും. ആ തീ കൊണ്ട് തന്നെ മരങ്ങൾ സ്വയം ദഹിക്കുന്നു. ഇതേപോലെ ആണ് ഈ ദേഹത്തിലുണ്ടാകുന്ന ക്രോധത്തിൻ്റെ അവസ്ഥയും. ഇപ്പം മനുഷ്യന് ക്രോധമുണ്ടായിക്കഴിഞ്ഞാൽ ദേഹോൽപ്പന്ന തഥാ ക്രോധോ ദേഹം ദഹതി ദാരുണം. എന്താ ഉണ്ടാവുക? ദേഹത്തിലുണ്ടാകുന്ന ഭയങ്കരമായ ക്രോധം നമ്മളെ തന്നെ, ദേഹത്തെ തന്നെ നശിപ്പിക്കും. വ്യാസൻ പറയുന്ന ആ ഭാഗമാണ് ഈ ശ്ലോകത്തിൻ്റെ ഉത്തരഭാഗം. ഇത് സഞ്ചിന്യമാനം തം ഭ്രാതരം ദീനമാനസം ഉവാച എന്നുള്ളത് 13ാമത്തെ ശ്ലോകത്തിലാണ്. എന്താ അവിടെ? ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ദീനമാനസം ഭ്രാതരം, ദൈന്യതയുള്ള മനസ്സോടുകൂടിയ ദീനചിത്തനായിരിക്കുന്ന തൻ്റെ സഹോദരനോട്, നാരായണനാണല്ലോ ഇതൊക്കെ ചെയ്തത്, നാരായണനാണ് ഉർവശിയെ സൃഷ്ടിച്ചത്, അതിനുശേഷമാണ് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചത്, തൻ്റെ അഹങ്കാരമാണ് ഇതിനൊക്കെ കാരണം, ഇനി ക്രോധം ഉണ്ടായിക്കഴിഞ്ഞാലോ അത് അതിലേറെ ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഇനി എന്തു ചെയ്യണം? ക്രോധം നമ്മളെ നശിപ്പിക്കുന്നതാണ്. മരങ്ങൾ കൂട്ടിയുരസുമ്പോൾ മരങ്ങൾ എങ്ങനെ ദഹിച്ചില്ലാതെയാവണോ അതേപോലെ നമ്മളിലുണ്ടാകുന്ന ക്രോധം നമ്മളെ ദഹിപ്പിക്കും എന്ന് ചിന്തിച്ചിരിക്കുകയാണ് അദ്ദേഹം. ആ സഹോദരനോട്, ആ നാരായണനോട് നരൻ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നാണ്. ആ നരൻ്റെ വാക്കുകളാണ് നമ്മൾ നാളെ അനുസ്മരിക്കുന്നത്. ഇപ്പോൾ അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു
അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.